ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒന്നാമത്തെ ഭാഗം പൂർത്തിയായി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ സന്ദേശം നൽകുന്നത് നമ്മുടെ ഇടവകയിൽ തന്നെ നമ്മുടെ സഹോദരങ്ങൾ ഒരാളായ ബഹുമാനപ്പെട്ട ജോൺസൺ സാമുവേലാണ്. സന്തോഷത്തോടെ ജോൺസനെ ഇന്നത്തെ സന്ദേശം നൽകുന്നതിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും മഹത്വമുണ്ടാകട്ടെ, സ്തുതിയുമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, കർത്താവിൽ പ്രിയരെ, ഇന്ന് ദുഃഖവെള്ളിയാഴ്ച 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു യാഥാർത്ഥ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് അനുതാപത്തോടെ, ഭക്തിയോടെ, ദുഃഖത്തോടെ ആരാധിക്കുമ്പോൾ, കുമ്പിടുമ്പോൾ ക്രിസ്തു അനുഭവിച്ച യാതനകളും പീഡനങ്ങളും എനിക്ക് വേണ്ടിയാണ് എന്നൊരു ചിന്തയിൽ യഥാർത്ഥ ക്രിസ്ത്യാനിയായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കുവാൻ എങ്ങനെയാണ് സാധിക്കുക എന്നുള്ള ഒരു അനുതാപത്തോടെയും ഒരു ദുഃഖത്തോടെയും ഒരു ഭയത്തോടെയും ഒരു ഭക്തിയോടെയുള്ള ഒരു ചിന്തയിലേക്കാണ് ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. മഹായാഗം നമ്മളുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാനും ക്രൂശിന്റെ വഴിയിലൂടെ നമ്മൾ ശാന്തരായി നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങൾ, പീഡകൾ ഓർമ്മിക്കുവാനും അനുഭവിക്കുവാനാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ചായിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ വിശ്വാസത്തോടെയും ദുഃഖത്തോടെയും വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന്. യോഹന്നാൻ ശ്ലീഹയുടെ പുസ്തകത്തിൽ നിന്ന് പറയുന്നു, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യെശയ്യാ പ്രവാചകൻ വീണ്ടും പറയുന്നു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽക്കപ്പെട്ടു, നമ്മളുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഈ ദുഃഖവെള്ളിയാഴ്ച അനുതാപത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും ഒരു പരിവർത്തനത്തിൻ്റെയും ദിവസമായി നമുക്ക് തിരഞ്ഞെടുക്കാം. അതിനായി നമുക്ക് ഒരുമിച്ച് ധ്യാനപൂർവം ചിന്തിക്കാം. പാപികളായ നമുക്ക് വേണ്ടി കുരിശിൽ യാതന അനുഭവിച്ച് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ നമ്മുടെ കർത്താവ് തൻ്റെ അവസാന നാളുകളിൽ ഒരു മനുഷ്യൻ എത്രത്തോളം താഴാൻ സാധിക്കുമോ, ഒരു മനുഷ്യൻ എത്രത്തോളം പീഡനങ്ങൾ അനുഭവിക്കാൻ സാധിക്കുമോ, ഒരു മനുഷ്യൻ എത്രത്തോളം അവഗണനകൾ സഹിക്കാൻ സാധിക്കുമോ, എത്രത്തോളം നിസ്സഹായനായി തീരാൻ സാധിക്കുമോ, അത്രത്തോളം നിസ്സഹായനായി, അത്രത്തോളം താഴ്മയുള്ളവനായി നമുക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു. ഭാരമുള്ള മരക്കുരിശ് തോളിലേങ്ങി വേച്ച് നടക്കുമ്പോഴും, മുൾക്കിരീടം ശിരസിൽ ചേർത്ത് വെച്ച് മുള്ളാണികൾ കൊണ്ടടിക്കുമ്പോഴും, നീളമുള്ള ആണികൾ കൈകളിലേക്കും കാലുകളിലേക്കും തറച്ചു കയറ്റുമ്പോഴും, കുരിശുമരത്തിൽ ശ്വാസം പോലും എടുക്കാൻ നിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടുന്ന നമ്മളുടെ കർത്താവ് തന്നെ ശിക്ഷിച്ചവരെയും തന്നെ പരിഹസിച്ചവരെയും ചേർത്ത് വച്ച് പിതാവിനോട് യാചിക്കുന്നു, പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമെന്ന്. പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് തന്നെ ശിക്ഷിച്ചവരെയും തന്നെ പരിഹസിച്ചവരെയും തനിക്ക് ആരാണോ ഇതിനൊക്കെ കൂട്ടുനിന്ന ആ കൂട്ടാളികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമായി ഇതിനെ എടുക്കാം. നമുക്കിതിനൊക്കെ സഹായിക്കുന്നുണ്ടോ? നമ്മുടെ സഹോദരന്മാരോട്, നമ്മുടെ സ്നേഹിതന്മാരോട്, നമ്മുടെ കൂടെ ചേർന്നിരിക്കുന്നവരോട് ഒരു തെറ്റ് പറ്റിയാൽ അവരോട് നമുക്ക് ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള വലിയൊരു ചിന്തയുടെ ദിവസമായി, ധ്യാനത്തിൻ്റെ ദിവസമായി നമുക്ക് ഇതിനെ കൂട്ടിച്ചേർക്കാം. അത്രയ്ക്കും ക്ഷമയുള്ളവനായ, കരുതുന്നവനായ നമ്മളുടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്നു പോയ വലിയൊരു പാഠമായി തന്നെ നമുക്ക് ഇതിനെ എടുക്കാം. ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്ത പുനർചിന്തനായി എടുത്തുകൊണ്ട്, ക്ഷമിക്കണമെന്ന വാക്കിൽ തീരാവുന്ന എത്രയോ ബന്ധങ്ങൾ ഇന്ന് ബന്ധനങ്ങളായി തന്നെ നിലനിൽക്കുന്നു. വ്യക്തിബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുവാനുള്ള പ്രധാനമായ ഒരു കാരണം തന്നെയായി ഇതിനെ നമുക്ക് എടുക്കാം. നമ്മുടെ കർത്താവ് ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ദൈവപുത്രനായി വാഴുമ്പോൾ അദ്ദേഹം കാണിച്ചു തന്ന സ്നേഹത്തിന്, അദ്ദേഹം കാണിച്ചു തന്ന കരുണയുടെ, അദ്ദേഹം കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെ, അദ്ദേഹം കാണിച്ചു തന്ന ത്യാഗത്തിൻ്റെ പാത പിന്തുടരുവാൻ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്തയായി ഈ ധ്യാന ദിവസം നമുക്ക് എടുക്കാം.
കർത്താവ് എപ്പോഴും ഒരു ചേർത്തുപിടിക്കലിൻ്റെയും ഒരു കരുതലിൻ്റെയും പ്രതീകമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഉടനീളമുള്ള യാത്രകളിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ബലഹീനരും ദരിദ്രരും കുറവുകളുമുള്ളവരെയാണ് തിരഞ്ഞെടുത്തത്. അവരുടെ ബലഹീനതകളും കുറവുകളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് അവരെ തിരഞ്ഞെടുത്തത്. കാരണം അവർ അവരുടെ ഭൗതികമായ എല്ലാ സ്വത്തുക്കളും സമ്പാദ്യങ്ങളും വിട്ടിട്ട് കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാരായി കർത്താവിനെ പിൻഗമിക്കുന്ന കാഴ്ച, അത്രത്തോളം സ്നേഹവും അത്രത്തോളം പരിഗണനയും കർത്താവിൻ്റെ കൂടെ അനുഭവിച്ചിട്ടും ചില സാഹചര്യങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ കർത്താവിനെ ഒറ്റിക്കൊടുക്കുകയും കർത്താവിനെ കുറ്റപ്പെടുത്തുകയും കർത്താവിനെ തുച്ഛമായ സ്വാർത്ഥമായ ലാഭങ്ങൾക്ക് വേണ്ടി തള്ളിപ്പറയുകയും ഒറ്റുകൊടുക്കുകയും ചെയ്യുന്ന അതേ ശിഷ്യന്മാരെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. കർത്താവിനെ ഒറ്റിക്കൊടുത്തതിന് ശേഷം യൂദാസ് ലീഹ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, അവനെ ഒറ്റിക്കൊടുത്ത യൂദാസ് അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ച് ആ 30 വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരും പ്രമാണിമാരെയും ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അവർ അവനോട് പറഞ്ഞു, അതിന് ഞങ്ങൾക്കെന്ത്, അത് നിന്റെ കാര്യമാണ്. വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടി ഞാൻ ചത്തു. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു. ഇവിടെ യൂദാസിന്റെ 3 സ്റ്റേജുകൾ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. ഒന്ന്, സ്വാർത്ഥമായ ലാഭങ്ങൾക്ക് വേണ്ടി, തുച്ഛമായ ലാഭങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം കർത്താവിൻ്റെ സ്നേഹത്തിനെയും കർത്താവിൻ്റെ പരിഗണനയും കർത്താവിൻ്റെ അനുകമ്പയെയും ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞിട്ടുള്ള ഈ യൂദാസ് തന്നെ സ്വാർത്ഥമായ ലാഭത്തിന് വേണ്ടി കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നു. ഒരു നിമിഷം പോലും അവന് ചിന്തിക്കാൻ ഇടയാക്കാതെ അവൻ കർത്താവിനെ ഒരു ചുംബനത്തിൻ്റെ അടയാളത്തോടുകൂടി ദർശിച്ച് കാണിച്ചു കൊടുക്കുന്നു പരീശന്മാർക്കും പ്രമാണികൾക്കും. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നിൽക്കേണ്ടതായുണ്ട്. നമ്മൾ നമ്മുടേതായിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടേതായ ജീവിതത്തിൽ ചില സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ക്രിസ്ത്യാനിയാണ് എന്നുള്ള കാര്യം പോലും മറന്ന് ത്യാഗവും ജീവനും സഹനത്തിൻ്റെയും കരുണയുടെയും പ്രതീകമായ ഈശോയാണ് നമ്മളുടെ ദൈവമെന്ന് അല്ലെങ്കിൽ നമ്മുടെ കർത്താവെന്ന് നമ്മുടെ മറന്നിട്ട് ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ലാഭങ്ങൾക്ക് വേണ്ടി നമ്മളുടെ സഹോദരനെയും നമ്മളുടെ സുഹൃത്ത് നമ്മുടെ കൂട്ടാളിയെയും മറക്കുകയും അവരെ തള്ളിപ്പറയുകയും അവരിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ എത്ര ദയനീയമാണ്. അതിനുശേഷം ഈ 2ാമത്തെ സ്റ്റേജിൽ യൂദാസിന് പശ്ചാത്താപം തോന്നി എന്ന് പറയുന്നു. ഈ പരീശന്മാരുടെയും പ്രമാണികളുടെ അടുത്ത് വന്ന് യാചിക്കുന്നവനായ യൂദാസിനോട്, നിനക്ക് തെറ്റുപറ്റിയെങ്കിൽ ഞങ്ങൾക്കെന്ത് എന്ന ക്രൂരമായ ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ പരീശന്മാരും പ്രമാണികളും യൂദാസിനെ അടിപ്പയിക്കുന്ന കാഴ്ച കൂടെ നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും നിസ്സഹായരായി നമ്മുടെ മുന്നിൽ എത്തുന്നവരെ നാം സഹായിച്ചില്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യനാകാൻ, ക്രിസ്തുവിൻ്റെ അനുയായിയാകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അറിവില്ലായ്മ കൊണ്ടോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമോ എൻ്റെ മക്കളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ, എൻ്റെ മക്കളുടെ വിവാഹത്തിന് എനിക്ക് സാമ്പത്തികമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ കൈ നീട്ടുന്ന നിസ്സഹായരായ മനുഷ്യൻ്റെ മുന്നിൽ നിനക്ക് ഇങ്ങനെ വന്നു, നിനക്കതില്ലെങ്കിൽ എനിക്കെന്ത് വേണമെന്ന് പറയുന്ന ക്രൂരമായ ചോദ്യം ചോദിക്കുമ്പോൾ ആ യൂദാസും ആ പള്ളിപ്രമാണികളും ആ പരീശന്മാരും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ട് എന്ന് ചിന്തിക്കുവാൻ കൂടി ഈ ധ്യാന ദിവസത്തെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. ചുംബനം എന്ന ഒരു കള്ളത്തരം അഭിനയിച്ചുകൊണ്ട് കർത്താവിനെ ചുംബിക്കുന്ന ഒരു രംഗം എത്ര ദയനീയമാണ്. കർത്താവിനറിയാം ഇവൻ എന്നെ ചുംബിക്കുന്നു, ഇവൻ എന്നെ കാണിച്ചു കൊടുക്കാനാണ്, എങ്കിലും കർത്താവ് നിന്നു കൊടുക്കുന്നു ചുംബിക്കുവാൻ വേണ്ടി. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ കള്ളത്തരങ്ങൾ വെച്ചുകൊണ്ട്, നമ്മുടെ ഉള്ളിൽ കാപഠ്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മളുടെ സഹോദരനെയോ നമ്മുടെ കുടുംബത്തിലുള്ളവരെയോ നമ്മളുടെ ചേർച്ചക്കാരെയോ ചുംബിക്കുമ്പോൾ, കെട്ടിപ്പിടിക്കുമ്പോൾ ഉള്ളിലുള്ള കള്ളത്തരങ്ങൾ വെച്ചുകൊണ്ട് ആണെങ്കിൽ ആ യൂദാസും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസം ചിന്തിക്കേണ്ടതുണ്ട്. ക്രിസ്തുനാഥൻ എളിമയുടെയും വിനയത്തിൻ്റെയും പ്രതീകമാണ്. അദ്ദേഹം ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയപ്പോൾ, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവർ അവൻ്റെ ശുശ്രൂഷനാകണമെന്നുള്ള വചനം, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവർ അവൻ്റെ ശുശ്രൂഷനാകണം. നമ്മളുടെ സുഹൃത്തിനെ ചേർത്ത് പിടിക്കുവാൻ,
ഒരു എളിയവനായി വിനയമുള്ളവനായി നമുക്ക് മാറാൻ സാധിക്കുന്നുണ്ടോ? ഈ ലോകത്തിൽ ഞാനാണ് വലിയവനെന്ന്, ഞാനാണ് എല്ലാമെന്ന് ചിന്തിച്ച് എൻ്റെ ആകാശക്കോട്ട കൂട്ടുന്ന ചിന്തയിൽ എൻ്റെ കൂട്ടുകാരനെ ചേർത്ത് പിടിക്കുവാൻ, എൻ്റെ സുഹൃത്തിനെ ചേർത്ത് പിടിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള വലിയൊരു ചിന്ത ഇന്ന് എടുക്കേണ്ടതുണ്ട്. അടുത്തായി ഞാൻ ആഗ്രഹിക്കുന്നത് പത്രോസിനെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ. യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായി കർത്താവിൻ്റെ കൂടെ എപ്പോഴും നടക്കുന്നവനായ പത്രോസ്, കോഴി കൂവുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും എന്ന് പറയുന്ന കർത്താവിനോട് നിനക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാലും ഞാൻ അങ്ങനെ ചെയ്യുകയില്ല എന്ന് മറുപടി പറയുന്നു. നിനക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാലും ഞാൻ അങ്ങനെ ചെയ്യുകയില്ല എന്ന് വിളിച്ചു പറയുന്നു. നിന്റെ ഗുരുവല്ലേ നസ്രയനായ യേശു, നിന്റെ കൂട്ടായി അല്ലേ എന്ന് ചോദിക്കുമ്പം ഞാനും കർത്താവിനെ പോലെ പിടിക്കപ്പെടുമോ എന്ന് ഭയന്നുകൊണ്ട് അല്ലേ അല്ല, അവനെ ഞാൻ അറിയുക പോലുമില്ല എന്ന് പറയുന്ന പത്രോസ്. പലപ്പോഴും ഈ 2 കഥാപാത്രങ്ങളും നമ്മുടെ ഉള്ളിലില്ലേ? ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ, ഒരു സന്ദർഭം വരുമ്പോൾ ക്രിസ്തുവിനെ പോലെ തള്ളിപ്പറയുവാൻ പലപ്പോഴും നമ്മൾ ആമുഖം കാണിക്കാറില്ലേ? അതായി ഞാൻ ഓർക്കുന്നത് ശമര്യക്കാരി സ്ത്രീയാണ്. ശമര്യക്കാരി സ്ത്രീ തൻ്റെ ആദ്യ കാഴ്ചയിൽ തന്നെ തൻ്റെ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുന്ന കർത്താവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവപുത്രനാണെന്ന് ഇവൻ മനസ്സിലാക്കിക്കൊണ്ട് അവളുടേതായ ലോകത്തിലൊക്കെ നടന്നുകൊണ്ട് അവൾ വിളിച്ചു പറയുന്നു, തൻ്റെ ദൈവപുത്രനെ ഞാൻ കണ്ടിരിക്കുന്നു എന്ന്. ഈ 3 കഥാപാത്രങ്ങളും പലപ്പോഴും നമ്മളുടെ ഉള്ളിൽ മാഞ്ഞു പോകുന്ന കഥാപാത്രങ്ങളാണ്. ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞുകൊണ്ട്, ക്രിസ്തുവിൻ്റെ ദാസനാണ്, ശിഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്ന ശമര്യക്കാരി സ്ത്രീയും യൂദാസിനെ പോലെ ചില സാഹചര്യങ്ങളിൽ സ്വാർത്ഥമായ ലാഭങ്ങൾക്ക് വേണ്ടി തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിനെ മറന്നു ജീവിക്കുന്ന ഒരവസ്ഥയും, പത്രോസിനെ പോലെ എനിക്ക് നിന്നെ അറിയുകയില്ല എന്ന് പറയുന്ന ആ ഒരവസ്ഥയും നമ്മളുടെ 3 ഭാഗങ്ങളായി, നമ്മളുടെ 3 മുഖങ്ങളായി നമുക്ക് എടുക്കേണ്ടതുണ്ട്. വീണ്ടും പത്രോസിനെ ഒരുപാട് സ്നേഹിച്ച ഒരു ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. പത്രോസിനെ കൂട്ടി തൻ്റെ അവസാന നാളുകളിൽ തനിക്കുണ്ടായ വേദനയിൽ പിതാവിനോട് യാചിക്കുവാൻ വേണ്ടി ഗെത്സമനെ മലയിലേക്ക് കയറുന്ന പത്രോസിനെ കൂട്ടിക്കൊണ്ട് കടക്കുമ്പോൾ പിതാവിനോട് നമ്മുടെ കർത്താവ് യാചിക്കുന്നു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ, എന്നാൽ നിന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് തിരിച്ചു വരുമ്പോൾ കിടന്നുറങ്ങുന്ന പത്രോസിനോട്, ശിമയോനെ നീ ഉറങ്ങുന്നുവോ? 1 മണിക്കൂർ ഉണർന്നിരിക്കുവാൻ നിനക്ക് കഴിഞ്ഞില്ലേ? ശിമയോനെ നീ ഉറങ്ങുന്നുവോ? 1 മണിക്കൂർ ഉണർന്നിരിക്കുവാൻ നിനക്ക് കഴിഞ്ഞില്ലേ? കർത്താവും ആഗ്രഹിക്കുന്നില്ലേ അവന് വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ? നമ്മളുടെ സഹോദരന് ഒരു ആപത്ത് വരുമ്പോൾ, നമ്മുടെ സമൂഹത്തിനൊരു വിപത്ത് വരുമ്പോൾ അവരോട് കൂടെ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ, അവരോടൊരു കൂട്ടായ്മയായി, ഒരു കുടുംബ പ്രാർത്ഥനയായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവിന് ആഗ്രഹമില്ലേ? കർത്താവ് യാചിക്കുകയാണ്. ആ യാചനയുടെ കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നതല്ലേ? ഇന്ന് കുടുംബങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന ഒരു പ്രതിഭാസമായി മാറിയിരിക്കല്ലേ കുടുംബ പ്രാർത്ഥന? നമ്മുടെ മക്കളോട് ചേർത്ത് പിടിച്ച് ഒരു പായയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ, ഒരു ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റുവട്ടത്തിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു കൂട്ടായ്മയായി കുടുംബത്തിനോട് ചേർന്നിരിക്കുന്ന ഒരവസ്ഥ ഇന്ന് പലപ്പോഴും മാറിയിരിക്കുന്നു. കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മളൊക്കെ കുടുംബമായി പ്രാർത്ഥിച്ച് നമ്മളുടെ സഹോദരന് വേണ്ടി, നമ്മളുടെ സമൂഹത്തിൽ ബുദ്ധിമുട്ടുന്ന മറ്റു മനുഷ്യർക്ക് വേണ്ടി ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ. ഇന്നത്തെ സമൂഹത്തിൽ മറ്റുള്ളവരുടെ വേദന അറിയണമെങ്കിൽ അവരിലേക്ക് നമ്മുടെ കർത്താവിനെ പോലെ ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു മനുഷ്യത്വം എന്നൊരു വികാരം നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കുക. ദൈവം തൻ്റെ ഛായയിലും സദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചു. നമ്മളെ സൃഷ്ടിക്കുമ്പം ആ സൃഷ്ടികർത്താവിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. അതേ നമ്മളുടെ പാപങ്ങളെ പൊഴിക്കുവാൻ അതേ ഛായയിൽ തന്നെ യേശുക്രിസ്തുവിനെ നിയമിച്ചു. വീണ്ടും നമ്മൾ അതേ പാപത്തിൽ യാത്ര തുടരുകയാണ് എങ്കിൽ, അതേ പാതയിൽ തന്നെയാണ് നമ്മൾ നടക്കുന്നെങ്കിൽ, അതേ പാപക്കരയോടെയാണ് നടക്കുന്നെങ്കിൽ, നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു, ആർക്കു വേണ്ടിയായിരുന്നു എന്നൊരു ചിന്ത ഇന്നത്തെ ദിവസം നമ്മൾക്ക് എടുക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ എത്രത്തോളം ജീവിച്ചു എന്നതിനേക്കാൾ എങ്ങനെ ജീവിച്ചു എന്നൊരു കണ്ടന്റായി നമ്മളുടെ ജീവിതത്തിനെ മാറ്റാം. നമ്മളുടെ ജീവിതത്തിൽ
നമ്മൾ ചെയ്യുന്ന നന്മയും നമ്മൾ ചെയ്യുന്ന മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹവും മാത്രമാണ് നമ്മൾ ഈ ഭൂമിയിൽ വിട്ടിട്ട് പോകുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സ്നേഹിക്കാൻ അറിയാത്തവൻ, കാരുണ്യം കാണിക്കാൻ അറിയാത്തവൻ, ത്യാഗം സഹിക്കാൻ അറിയാത്തവൻ, കഷ്ടത ഏറ്റെടുക്കുവാൻ അറിയാത്തവൻ, ദുഃഖങ്ങളെ തരണം ചെയ്യാൻ അറിയാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. കാരണം നമ്മുടെ ദൈവമായ കർത്താവ് ഇതെല്ലാമാണ്. നമ്മുടെ ദൈവമായ കർത്താവ് ഇതെല്ലാമാണ്. ക്രൂശിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന ഓരോ തുള്ളി ചോരയും നമുക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു ചിന്ത ഈ ദിവസം നമുക്ക് എടുക്കേണ്ടതുണ്ട്. ഇവിടെ പെലിക്കൻ പക്ഷിയെ ഒന്ന് ഓർക്കുകയാണ്. പെലിക്കൻ പക്ഷിയുടെ ഒരു സവിശേഷത, വരൾച്ചയുടെ കാലങ്ങളിൽ, വരൾച്ചയുടെ സമയങ്ങളിൽ കൂട്ടിനുള്ളിൽ കഴിയുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരമില്ലാതെ വിഷമിക്കുന്ന സമയത്ത്, ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാത്ത സമയത്ത്, അത്രത്തോളം വരൾച്ചയുള്ള സമയത്ത് തൻ്റെ നെഞ്ചിലേക്ക് കൂർത്ത കുക്കുകൾ കുത്തിയിറക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന, അവിടെ നിന്ന് ഇറ്റിച്ചു വീഴുന്ന ഓരോ തുള്ളി ചോരയും അതിൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ട് ആ പെലിക്കൻ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവൻ നിലനിർത്തുന്നു. ഇതുപോലെയല്ലേ നമ്മളുടെ കർത്താവും അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ നിന്ന് വീണ ഓരോ ഇറ്റിറ്റു വീണ തുള്ളികളും ഓരോ ചോര തുള്ളികളും നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി അല്ലേ എന്നുള്ളൊരു ചിന്ത നമ്മൾ ഈ ദിവസം എടുക്കേണ്ടതുണ്ട്. നമ്മളെ വീണ്ടും കർത്താവിൻ്റെ കുരിശുയാത്രയിൽ, കർത്താവിൻ്റെ അവസ്ഥയിൽ സങ്കടം സഹിക്കാനാവാതെ വിലപിക്കുന്ന സ്ത്രീകളെ നോക്കി അദ്ദേഹം ആശ്വസിപ്പിക്കുന്നു. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് വിലപിക്കുവീൻ. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് വിലപിക്കുവീൻ. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്ന ലോകം വിലപിക്കേണ്ടതാണോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. അത്രത്തോളം അഡിക്ഷൻ, അത്രത്തോളം മൊബൈൽ അഡിക്ഷനിലേക്ക് മാറിയിരിക്കുന്ന ഒരു ലോകത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിയൽ വേൾഡിൽ നിന്നും ഡിജിറ്റൽ വേൾഡിലേക്കും, ഡിജിറ്റൽ വേൾഡിൽ നിന്ന് വെർച്വൽ വേൾഡിലേക്കും മാറിയിരിക്കുന്ന ഒരു സാഹചര്യമല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും ഇന്ന് ഓൺലൈനിലെ അത്രത്തോളം അഡിക്ഷനാക്കിയിരിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ കുടുംബ പ്രാർത്ഥന, ഗാന്ധിജി പറഞ്ഞിരിക്കുന്നു, നമ്മുടെ കുടുംബം ഒരു വിദ്യാലയമാണ്. നമ്മൾ മാതാപിതാക്കൾ ആ വിദ്യാലയത്തിലെ ഗുരുക്കന്മാരാണ്. നമ്മൾ പരസ്പരം സ്നേഹിച്ചും പരിചരിച്ചും ശുശ്രൂഷിച്ചും കണ്ടുകൊണ്ട് വളരുന്ന ഒരു ജനതയെ നമുക്ക് സൃഷ്ടിക്കാൻ, ഒരു മക്കളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഓൺലൈൻ അഡിക്ഷനിൽ പെട്ട് അഴിലുന്ന ഒരു സാഹചര്യം, ഓൺലൈൻ എന്ന മഹാസംഭവം അത്രത്തോളം നമ്മുടെ കുഞ്ഞുങ്ങളെ അഡിക്റ്റ് ആക്കിയിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. ഭാര്യയ്ക്ക് ഭർത്താവിനോ, ഭർത്താവിന് ഭാര്യയ്ക്കോ, ഭർത്താവിനും ഭാര്യയ്ക്കും മക്കൾക്കോ കൊടുക്കുവാൻ അല്ലെങ്കിൽ പേരൻസിന് കൊടുക്കുവാൻ സമയമുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുക. പലപ്പോഴും നമ്മൾ നമ്മുടേതായ ലോകത്തിൽ, നമ്മുടേതായ ചിന്തകളിൽ, നമ്മുടേതായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ മൊബൈലിൽ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൽ, ചിലപ്പോൾ ജോലിയുടെ ഭാഗമാകാം, തിരക്കിൻ്റെ ഭാഗമാകാം, എന്തായാലും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സമയം ഗോൾഡൻ ടൈം എന്നാണ് അതിന് പറയുന്നത്. ആ സമയം അവരുടെ വിരലുകൾ പിടിച്ച് നമുക്ക് നടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അവരുടെ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയായി ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ നിന്നെ നോക്കി, നിന്റെ കുഞ്ഞുങ്ങളെ നോക്കി വിലപിക്കുവേൻ, എന്നെ മറന്നോക്കുവേൻ. ഇന്ന് അതൊരു പ്രവചനമായി അദ്ദേഹം പറഞ്ഞതുപോലെയാണോ എന്ന് എനിക്ക് ഓർക്കേണ്ടതായുണ്ട്. നമ്മളൊക്കെയും ഇന്ന് മൊബൈൽ അഡിക്ഷനാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് കർത്താവിൻ്റെ വഴിയിലേക്ക് നടക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇന്നത്തെ കുഞ്ഞുങ്ങളെ ഒരു പ്രത്യേകതയാണ് ഐ ഡോണ്ട് കെയർ എന്ന ഒരു വാക്കോടെ ഒരു ഓൺലൈൻ അഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ബോറൻ ടൈപ്പിലായി ജീവിക്കുന്ന ഒരു കാര്യം, അത് നമ്മളെയാണ് അവർ മാതൃകയാക്കേണ്ടത്. ഇങ്ങനെ സങ്കടവും മാനസികവും ബുദ്ധിമുട്ടുമുള്ള ആൾക്കാരിലെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ അവരിലേക്ക് ഒന്നിറങ്ങണം. മനുഷ്യമത്വം എന്നുള്ള കണ്ടിലേക്ക് നമ്മുടെ ജീവിതത്തിനെ ഒന്ന് മാറ്റിമറിക്കേണ്ടതുണ്ട്. പരുന്തിൻ്റെ ഒരു കഥ നമ്മളിലേക്ക് എടുക്കാൻ സാധിക്കും. ഏകദേശം പരുന്തിന് 70 വയസ്സ് വരെ ജീവിക്കാനുള്ള ഒരു കാലമുണ്ട്. പക്ഷേ ഈ പരുന്ത് 40 വയസ്സാകുമ്പോഴത്തേന് ഈ പരുന്തിൻ്റെ കൂർത്ത ചുണ്ടുകൾ, നഖങ്ങൾ, പറക്കാൻ ശേഷിയുമുള്ള ചിറകുകൾ ഒക്കെ ഇതിനെ പറക്കാൻ അനുവദിക്കാത്ത അല്ലെങ്കിൽ ഇരയെ തേടാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാറുണ്ട്. ഈ പരുന്ത് ഇതിൻ്റെ മാറ്റത്തിന് വേണ്ടി, മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി ഈ പരുന്ത് പറന്ന് ഒരു മലയുടെ മുകളിലേക്ക് കയറുകയും അവിടെ ഇരുന്നു കൊണ്ട് തൻ്റെ കൊക്കുകളെ വലിച്ചു വലിക്കുകയും
വലിച്ചു പറിച്ചതിന് ശേഷം പാറയിൽ ഉരുട്ടി അതിൻ്റെ ഉരച്ചി അതിൻ്റെ കൊക്കുകളെ വലിച്ചു പറിക്കുകയും ഈ കൊക്കുകൾ വളർന്നതിന് ശേഷം ആഹാരം പോലും കഴിക്കാനാവാതെ വളർന്നുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയും വളർന്നതിന് ശേഷം തൻ്റെ നഖത്തെ പിടിച്ചു വലിക്കുകയും പിടിച്ചു കളയുകയും അതിനുശേഷം തൻ്റെ ഭാരമുള്ള ചെറുകളിൽ നിന്ന് പഴയ തൂവലുകളെയൊക്കെ പറിച്ചു കളയുകയും ചെയ്യുന്ന ഒരു പരിവർത്തനത്തിൻ്റെ ഒരവസ്ഥ. അതിനുശേഷം വീണ്ടും ഈ ചുണ്ടുകളും കൊക്കുകളും നഖങ്ങളും ചെറുകളൊക്കെ പടർന്നു വന്നതിന് ശേഷം വീണ്ടും അടുത്ത 30 വർഷം ജീവിക്കുവാൻ വേണ്ടി ഒരു പരിവർത്തനത്തിൻ്റെ മാറ്റമായി അത് മാറുന്നുണ്ട്. ഇതുപോലെ നമ്മളും നമ്മുടെ ഉള്ളിലുള്ള അഹന്തകളെയും നമ്മുടെ ഉള്ളിലുള്ള ഞാനെന്ന ദാക്ഷിണ്യഭാവത്തെയും നമ്മുടെ ഉള്ളിലുള്ള ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരും വേണ്ട എന്നുള്ള ഒരു ഭാവത്തെയും എന്തിനൊക്കെ വേണ്ടുന്ന ഓട്ടത്തിലുള്ള ആ ഓട്ടങ്ങളെയും ഒന്ന് കുറച്ചുകൊണ്ട് ഒന്ന് പറിച്ചു കളഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വചനമനുസരിച്ച് കർത്താവിൻ്റെ മാതൃകയായി ക്രിസ്ത്യാനി എന്ന പേരിൽ ജീവിക്കുവാൻ നമുക്കൊക്കെ ശ്രമിക്കാം എന്നുള്ള ഒരു ധ്യാനം കൂടെ നമ്മൾ ഇന്ന് എടുക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ മനുഷ്യനാകുന്നത് അവൻ്റെ മനസ്സ് കരയുമ്പോഴാണ്. അത് അവന് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കരയുവാൻ നമ്മൾ തുടങ്ങുന്നുണ്ടോ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ നമ്മൾ തുടങ്ങുന്നുണ്ടോ, ക്രിസ്തുവിൻ്റെ പാത നമ്മൾ പിന്തുടർന്നായി. സ്നേഹം ഒരു വാക്കല്ല, അതൊരു പ്രവൃത്തിയാണ്, അതൊരു അനുഭവമാണ്. ആഹാരവും സ്നേഹവും ഒരുപോലെയാണ്. അത് ആവശ്യമുള്ളവന് വിളമ്പുമ്പോൾ മാത്രമാണ് അതിന് വാല്യൂ ഉണ്ടാകുന്നത്. വിശന്നിരിക്കുന്നവന് ആഹാരമാണ് മതം. ആരാണോ ആഹാരം കൊടുക്കുന്നത് അതാണ് അവൻ്റെ ദൈവം. അവന് ദൈവമാകുവാൻ നമുക്കൊക്കെ സാധിക്കും. അവൻ ആഹാരം വിളമ്പുവാൻ, വിശക്കുന്നവനെ തിരിച്ചറിയുവാൻ നമ്മുടെ കർത്താവിനെ പോലെ കുഷ്ഠരോഗിയെ ശുശ്രൂഷിച്ച വേശ്യാസ്ത്രീയെ ചേർത്ത് പിടിച്ച നമ്മുടെ കർത്താവിനെ പോലെ നമുക്കാകുവാൻ, ഈ മനുഷ്യൻ്റെ ഇടയിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലുവാൻ, ഒരു മനുഷ്യനായി തീരുവാൻ, ഒരു മനുഷ്യത്വമുള്ളവനായി തീരുവാൻ നമുക്ക് ഇന്നത്തെ ദിവസം ചിന്തിക്കാം. ഒരു വ്യക്തിയുടെ ഏറ്റവും മികച്ച ഗുണം അറിവോ ലോകം ചുറ്റിയ പരിചയമോ ലോകം സമ്പാദിച്ച സമ്പാദ്യമോ എന്നതിനേക്കാളൊക്കെ വിഷമിച്ചിരിക്കുന്നവൻ്റെ അടുത്തേക്ക് ഇറങ്ങുവാനും അവനെ ചേർത്ത് പിടിക്കുവാനും ഞാൻ കൂടെയുണ്ട് എന്ന വാക്കോടെ അവനെ ആശ്വസിപ്പിക്കുവാനും ചെയ്യുവാൻ ഞാനും നീയും നമ്മളും എന്ന് തുടങ്ങുന്നുവോ അന്ന് നമ്മൾ ഒരു യഥാർത്ഥ മനുഷ്യനും യഥാർത്ഥ ക്രിസ്ത്യാനിയായി തീരും എന്ന് ഉള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കർത്താവിൻ്റെ ഈ ബലിദിവസം നിങ്ങളോടൊപ്പം വിശുദ്ധ ദിനം ആചരിക്കുവാനും ധ്യാനിക്കുവാനും എന്നെ ഒരുക്കിയ സ്വർഗീയ പിതാവിനും കുരിശിൽ നമുക്കായി സ്വയംവരിച്ച പുത്രൻ തമ്പുരാനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. എന്നെ തിരഞ്ഞെടുത്ത ഇടവകരിയായ അനീഷനോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നമുക്ക് ആരാധനകളിൽ പങ്കെടുക്കാം.